ആ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം എത്ര കടുത്ത രീതിയിലാണ് കെജ്രിവാളിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി, ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിച്ചത്. അത് ഫലത്തിൽ BJPയെ സഹായിക്കലായിരുന്നില്ലേ? ആ നിലപാടല്ലേ അദ്ദേഹം സ്വീകരിച്ചത്? അങ്ങനെ ഒരാൾ ഇന്ന് രാജ്യത്താകെയുള്ള ഇടതുപക്ഷത്തിൻ്റെതായ ഒരു മുഖ്യമന്ത്രിയെ, ആ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അസ്വാഭാവികത എത്രയാണെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നില്ലേ? ഇവിടെ പൊതുവിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനമുണ്ട്. ആ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണല്ലോ കേരളം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും കേരളം തയ്യാറായിട്ടുണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളോട് പൊതുവിൽ കാണിക്കുന്ന വിവേചനം മാത്രമല്ല, കേരളത്തോട് പ്രത്യേക വിവേചനം കാണിക്കുന്നു. ആ വിവേചനം കാണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ വികസനമാണല്ലോ തടയപ്പെടുന്നത്. 2016 വരെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി നേതൃത്വം വഹിച്ച മുന്നണി കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്നിട്ടുണ്ടല്ലോ. അങ്ങനെയൊരു മുന്നണിയും അതിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും കേരളത്തെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സമീപനം വന്നപ്പോൾ അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറായി. എന്തിൻ്റെ ഭാഗമായിരുന്നു അത്? എന്തായിരുന്നു BJPക്കെതിരെ സംസാരിച്ചുകൂടാ എന്ന നിർബന്ധം കോൺഗ്രസിന് വരാൻ കാരണം? ഞങ്ങൾ ആ പ്രശ്നങ്ങൾ ശക്തമായി ഉയർത്തിയല്ലോ, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയല്ലോ. BJPക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന, BJPക്കെതിരെയല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭമാണല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറായപ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കളോടും UDF നേതാക്കളോടും ആവശ്യപ്പെട്ടല്ലോ, കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ്, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്തിക്കൂടെ? ഞങ്ങളില്ലാന്ന മറുപടിയല്ലേ അവർ പറഞ്ഞത്. എന്തിൻ്റെ മേലെയാണ് BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭത്തിന് വന്നുകൂടാ എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത്, UDF സ്വീകരിച്ചത്? ഇത് LDFൻ്റെ പ്രശ്നമല്ലല്ലോ, കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നമല്ലേ? ഇനി രാഹുൽ ഗാന്ധി കാണേണ്ട ഒരു കാര്യം, രാജ്യത്താകെയുള്ള തൊഴിലാളി വിരുദ്ധ സമീപനം, ആ സമീപനത്തിനെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപകമായ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത്. ആ പണിമുടക്കിൽ INTUC അടക്കം രാജ്യത്താകെ ഉണ്ടായല്ലോ.